ഓ മൈ ഗോഡ്, ഈ കുട്ടി ഫോട്ടോ എടുത്ത് ഈ ആണ്ടിൽ തീരുമെന്ന് തോന്നുന്നില്ല. കുട്ടി എവിടെ എന്നിട്ട്? കുട്ടിക്ക് ഇപ്പൊ ഫോട്ടോ എടുക്കാൻ വലിയ താല്പര്യമില്ല. എനിക്കിപ്പോ എന്റെ താല്പര്യം എന്ന് പറയുന്നത് എന്താ, ആ കുട്ടി ഈ കുട്ടി വ്യത്യാസമുണ്ട്. ഈ കുട്ടിക്ക് ഫോട്ടോ എടുക്കാൻ, ഈ കുട്ടിക്ക് വ്ളോഗ് എടുക്കാൻ. ഈ കുട്ടിക്ക് ഇപ്പൊ വ്ളോഗിലോട്ടായി. അതുകൊണ്ട് എനിക്കിപ്പോ ഫോട്ടോഷൂട്ടിനോടൊന്നും താല്പര്യമില്ല. ഇനി എവിടെ പോണം? ഓർ ഇനി ഞാൻ ഇതുവരെ മേക്കപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എന്തോ ആൾക്കാരെന്തോ വൃത്തികെട്ട് എന്തോ നോക്കുന്ന പോലെ തോന്നും. എനിക്ക് ഈ മേക്കപ്പ് ചെയ്യാത്ത ആളുകളെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഈ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു നീ നേരെ വീട്ടിൽ വാ, ഒരു മേക്ക് ഓവർ ചെയ്ത് കൊടുക്കാം. അവളെന്തായാലും 10,000 രൂപ മുടക്കിയിട്ട് ഒരു ഫൗണ്ടേഷൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഇന്നൊന്ന് ട്രൈ ചെയ്യാം, ഒരു മേക്ക് ഓവർ ചെയ്ത് കൊടുക്കും. ഓ മൈ ഗോഡ്, ഇറങ്ങി വന്നു എല്ലാവരും നോക്കുന്നു. കുറേ കാലത്ത് ആഗ്രഹം. എനിക്കൊരു ഐലൈനർ നല്ലത് വാങ്ങിക്കും. ഞാൻ കണ്ണെഴുതാറില്ല, പക്ഷേ എനിക്ക് കണ്ണെഴുതി തുടങ്ങണം ആഗ്രഹമുണ്ട്. എപ്പോഴും ഇങ്ങനെ ക്ഷീണം പോകും. എനിക്ക് കണ്ണെഴുതാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കണ്ണെഴുതി എനിക്ക് കണ്ണെഴുതി എനിക്ക് സ്പ്രെഡ് ആവും. എനിക്കെന്നെ ഇഷ്ടപ്പെടും, പക്ഷെ ബാക്കിയുള്ളവർക്ക് എന്നെ ഇഷ്ടപ്പെടും, പക്ഷെ എനിക്കെന്നെ ഇഷ്ടപ്പെടും. ഞാൻ എൻ്റെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഞാൻ നോക്കാറുള്ളൂ. മറ്റുള്ളവരെന്ത് പറയും, കുട്ടിക്ക് ഉറക്കം വന്നു, ഇതൊക്കെ വേണ്ടിയിട്ട് ഞാൻ വന്നത്. ഇനി നീ ഉറങ്ങാൻ പാടില്ല, ഇനി നീ എനിക്ക് വേണ്ടിയിട്ട് കോഫിയല്ല, അത് ആവശ്യമാണ്. ഞങ്ങളെ മിക്സായി ടാബ്ലറ്റ്സ് എല്ലാം കൂടി ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് വെള്ളത്തിൽ കലക്കി തരത്തില്ല. കുറേ ഓ മൈ ഗോഡ്, യു ഡ്രിങ്ക് ഇറ്റ്സ് മൈ ടാബ്ലറ്റ് ഉണ്ടല്ലോ, ടാബ്ലറ്റ്സ് വെള്ളത്തിൽ കലക്കി തരത്തില്ല. സെയിം കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടാൽ ആ സെയിം ടേസ്റ്റ്. മാച്ചാന്ന് പറഞ്ഞു കേട്ട് എല്ലാവരും ട്രൈ ചെയ്യുന്നത് കേട്ടപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ട്രൈ ചെയ്യാൻ തോന്നുന്നത് അല്ലേ. ഫൈനലി ഞാൻ അപർണയുടെ കൂടെ വന്ന് ഞാൻ എൻ്റെ ആ ഒരു ആഗ്രഹം ഞാൻ സഫലമാക്കി.
ഓക്കെ, അതിന് ബാലൻസ് ചെയ്തോളാം. ഇതല്ലല്ലോ നമ്മുടെ വഴി, ഇതിൻ്റെ താഴെയല്ലേ? അറിയില്ല കേട്ടോ, അതറിയാവുന്നത് അതും എനിക്ക് മര്യാദ എനിക്കതൊന്നും അറിഞ്ഞൂടാ കൈ പറ്റുമെന്നറിയില്ല. ഞാൻ എന്തായാലും ഇവിടെ വായിക്കും. ഇനി നമ്മൾ നേരെ ഈസ്റ്റാമിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ചട്ടിച്ചോറും അല്ലേ, നമ്മുടെ ലൈറ്റ് പോയി, ഇനി ഡള്ളായി. എവിടെയാ പോണേ? ഫോൺ പോവാണ്ട് ഇതാണോ? ഓ, ഇത് ഞാൻ വന്നിട്ടുണ്ട്. നീ പറഞ്ഞത് ദേ ചായക്കടയോ? നമ്മളെ ആ വഴിയല്ലേ നമ്മൾ യൂഷ്വലി പറഞ്ഞ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് ഇൻ സ്റ്റോക്ക് ഉണ്ട്. ഇത് ഏകദേശം നിന്റെ പോലത്തെ ഒരു സിമിലർ വാച്ച്. അതായത് എൻ്റെ കയ്യിൽ തിളങ്ങുന്നത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര മോഹമായി. ഈവൻ എനിക്ക് ഈ വാച്ചിന് ഭയങ്കര കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ള ഒരു വാച്ചാണ്. നീ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് തരണം. പാടില്ല. യുനോ ഈ പേന അറിയോ? ഇത് നമ്മുടെ നാട്ടിലെ 3 റുപ്പീസിൻ്റെ പേന. ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു ഏറ്റവും അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് പറഞ്ഞത് ഈ പേന. ഫൈനലി നിനക്ക് മാംഗോ ലസ്സി ഇഷ്ടമാണോ? എൻ്റെ അനന്തുവിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. അനന്തൂന് അതിനെ എന്നെ വിളിച്ച. അയ്യോ, അതൊരു കൊതിയനാ പ്ലം കേക്ക്. ഇപ്പോൾ 8:10. നമ്മുടെ ഫുഡടിയും എല്ലാം കഴിഞ്ഞു. എൻ്റെ ലിപ്സ്റ്റിക്കെല്ലാം പോയി. എന്നെ കാണാൻ പോകാം. ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞാനിപ്പോൾ ഉറക്കത്തിലാണ്. ഞാൻ വീട്ടിൽ വിളിച്ചതാണ്, പക്ഷെ അവൾ വരുന്നില്ല ഗൈസ്. അത് ഞാൻ ഓർമ്മ ഗൈസ്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. ലവ്ലി ഗുഡ് നൈറ്റ്. ബൈ. ആൻഡ് നീ ആ വഴി, ഞാൻ ഈ വഴി. ബൈ ബൈ. വരാൻ 1 മിനിറ്റ്. ഓപ്പോസിറ്റ് ക്ഷീണിച്ചിരിക്കുന്ന അമ്മ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടോ പോണത്. എനിക്ക് അങ്ങോട്ട്, അല്ല എനിക്ക് ഇങ്ങോട്ട്, അവൾക്ക് അങ്ങോട്ട്. ഇപ്പം 8 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. രാവിലെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യും. ഐ മീൻ ഒരു 6 മണിക്ക് ഡേ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം.